ഇത് സ്ഥലം മനസ്സിലായോ? ഇത് നമ്മുടെ ഈസ്റ്റ് ഫോർട്ട് ഓവർ ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. അത് സെൻട്രൽ സ്കൂളും അതിൻ്റെ മുമ്പിലുള്ള ബസ് സ്റ്റോപ്പുകളും. ഒന്ന് കോവളം, ആ ഏരിയ. നൊസ്റ്റാൾജിയ ഒരു കാലഘട്ടത്തിൻ്റെ ഞങ്ങളുടെ ഓർമ്മയിൽ ഞങ്ങളൊക്കെ വന്ന് കൂടുന്നത് ഇവിടെ. ഞങ്ങളുടെ ചെറുപ്പം. ഇന്ന് 57 വയസ്സായി. അന്ന് 14-15 വയസ്സ് ജയൻ്റെ കാലഘട്ടത്തിൽ ഞാൻ 10ാം ക്ലാസ്സിൽ കമലേശ്വര സ്കൂളിൽ പഠിക്കുകയാണ്. 8-ലോ 9-ലോ കമലേശ്വര സ്കൂളിൽ പഠിക്കുകയാണ് ജയൻ്റെ കാലത്ത്. അന്ന് മുതലുള്ള ഈസ്റ്റ് ഫോർട്ടുമായിട്ടുള്ള സിംഗിൾ യാത്ര തുടങ്ങിയതാണ്. അന്ന് ഈ സ്കൂളിൽ പഠിക്കാൻ, ഈ സെൻട്രൽ സ്കൂളിൽ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം അന്ന് ഒരുമാതിരി സമ്പത്തുള്ളവരെല്ലാം പഠിക്കുന്നത് സെൻട്രൽ സ്കൂള്, നമ്മുടെ SMB സ്കൂള്, മോഡൽ സ്കൂള്, അവിടെയൊക്കെയാണ് ഒരുമാതിരി ഉള്ളവരൊക്കെ പഠിക്കുന്നത്. നമ്മളൊക്കെ പാപ്പര് കേസുകൾ. അങ്ങനെ ഞാൻ കമലേശ്വര സ്കൂളിലാണ് പഠിച്ചത് 10ാം ക്ലാസ്. ആ സമയത്ത് മുതലുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജീവിതമായിട്ട് ഇറങ്ങിയ സമയത്ത് ഫർണിച്ചറിൻ്റെ ഓർഡർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെയാണ് ആസ്ഥാനം. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഇവിടെ വരും. സുഹൃത്തുക്കളുമായിട്ടുള്ള ആ കാലഘട്ടം, അന്ന് ഇത്രയും സെറ്റപ്പൊന്നുമില്ല. ഈ ബ്രിഡ്ജില്ല. ഇത് പരസ്യത്തിന് വേണ്ടി വെച്ചേക്കുന്ന ഒരു ബ്രിഡ്ജാണ്. ഭയങ്കര സെറ്റപ്പല്ലേ ഇത്. അപ്പോൾ ഈ ബ്രിഡ്ജൊന്നും അന്നില്ല. അന്ന് ഇത്രയും വാഹനങ്ങളൊന്നുമില്ല. കുറച്ച് ഉണക്ക അംബാസഡർ കാറുകൾ, കുറച്ച് സൈക്കിൾ. പിന്നെ ഞങ്ങളുടെ ആ ഒരു 16-17-18 വയസ്സ് കാലത്തൊക്കെ ഹീറോ ഹോണ്ട, വെസ്പ, ചേതക്ക്, ഇതൊക്കെ ആയിരുന്നു ഈ റോഡുകളിൽ. ആ കാലഘട്ടമൊക്കെ ഓർമ്മ പറഞ്ഞു. ആ കാലഘട്ടത്തിൽ എനിക്കൊരു സംഭവം ഉണ്ടായി. ഇവിടെ ഈ കോവളം ബസ് സ്റ്റോപ്പിൽ ഞാൻ ബസ് കാത്ത് നിൽക്കുകയാണ്. കാരണം ഞാൻ ഒരു പെൺകുട്ടിയുടെ ബാക്കിൽ നിന്ന്, അത് എല്ലാവർക്കും ഈ പ്രായത്തിലുണ്ടാവുമല്ലോ, ആ ചെറുപ്രായത്തിൽ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ബാക്കിൽ നിന്ന് ഞാനൊരു 2 വർഷത്തോളം നടന്നു. അപ്പോൾ ഒരു ദിവസം ഞാനിത് ആ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് എൻ്റെ തോളത്തിൽ, ഡേ ആ പെൺകുട്ടിയുടെ ബാക്കിൽ നടക്കല്ലേ, ആ പെൺകുട്ടി എൻ്റെതാണ്. ഞാൻ പറഞ്ഞു പോടാ എന്ന് വലിയ സ്റ്റൈലിൽ പറഞ്ഞു. ആ സൈഡിൽ നിന്ന് ബസ് വന്നപ്പോൾ കയറി. പിന്നെ അന്ന് എല്ലാവരും ഈ ഫുട്ബോർഡിലാണല്ലോ കയറി യാത്ര ചെയ്യണത്. അതാണ് അന്നത്തെ ഹീറോയിസം. അങ്ങനെ ഞാൻ ഫുട്ബോർഡിൽ കയറി. വണ്ടി ഇളകിയതും ആ ഒരൊറ്റ ഇടി കുറുക്കില്ല എൻ്റെ. അങ്ങനെ പെണ്ണിൻ്റെ കേസിൽ ഒരു ഇടി കൊണ്ടിട്ടുണ്ട്. എങ്കിലും ആ കാലഘട്ടമൊക്കെ ഇവിടെ നിന്നപ്പോൾ ഭയങ്കര ഫീല്. കാരണം ഈ ഭാഗത്ത് എപ്പോഴും വണ്ടിയിലല്ലേ യാത്ര ചെയ്യണം. കാറിലോ ബൈക്കിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഒന്നും കാണുന്നില്ല. നമ്മൾ ഇതിൻ്റെ ഒന്നും റിസൾട്ട് നമ്മൾ അറിയില്ല. നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയപ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. ഈ സെൻട്രൽ സ്കൂളിൻ്റെ അകത്ത് കയറ്റി വിടൂലല്ലോ. ആ വഴിയിൽ നിൽക്കും ആൾക്കാർ, പൊട്ടുന്ന ഓട്ടിക്കും. ഇപ്പോഴ് കുട്ടികളൊക്കെ ഉണ്ടോ, എന്തെങ്കിലും എക്സാം നടക്കും, എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. എല്ലാം അടച്ചിട്ടേക്കും പോലെ തോന്നുന്നു. വിജനത, വെറും ആളില്ലാത്തതുപോലെ ഇരിക്കുന്നു. ആ പയ്യനെ ഇടിച്ചത് ഈ ഭാഗത്താണ്. ആ ബസ് നിൽക്കില്ലേ, അവിടെ വെച്ചാണ്. അതങ്ങനെ സെൻട്രൽ സ്കൂളൊക്കെ ഇവിടെ എന്നാൽ ക്ലിയറായിട്ട് കാണാം കേട്ടാ. ഉണ്ട് പയ്യന്മാർ പഠിക്കുന്നു. ഒരു പയ്യൻ നിൽക്കുന്നു. അയ്യോ, ആ കുട്ടികളൊന്നും ഇല്ലെന്ന് തോന്നുന്നു, വളരെ കുറവാണെന്ന് തോന്നുന്നു. ഒരു സ്കൂളിൻ്റെ അവസ്ഥ എൻ്റെ പൊന്നെ. ഇതിൻ്റെ ബാക്കിലാണ് പരസ്യ ബോർഡ്. പരസ്യത്തിൻ്റെ ബോർഡ്. പയ്യന്മാരിരിക്കുന്നു. ഇത് പത്മനാഭ തിയേറ്ററല്ലേ, സ്വാമി ക്ഷേത്രം എന്ന് തന്നെ പറഞ്ഞു.
ഇതോ ശ്രീ പത്മനാഭ തിയേറ്റർ. പിന്നെ കൂടുതലും ഈ സ്കൂൾ കുട്ടികളൊക്കെ ഇതിൽ നടക്കുകയും ഇവിടെ വന്ന് മീറ്റ് ചെയ്യും എല്ലാം കണ്ടുകൊണ്ട് വയ്യ. ഇത് ഈറ്റ് ആൻഡ് ജോയ്, ആ ലാസ്റ്റ് കാണുന്ന ഈറ്റ് ആൻഡ് ജോയ് ഹോട്ടൽ. ഇത് സന്ധ്യയാണ്. ഈ കോട്ട വഴി നടന്ന ആ കോട്ടയുടെ സൈഡിൽ ഒരു ഇതുണ്ടായിരുന്നു, സർബത്തേളം. അതാണ് നമ്മുടെ പോയിന്റ്. ഇവിടെ നമുക്ക് അന്ന് സർബത്ത് കുടിക്കാമെന്ന് പറഞ്ഞാൽ ഇന്ന് മറ്റേ ഇതൊക്കെ കഴിക്കും പോലെയാണ്. അത് നമ്മുടെ അൽഫാം ബർഗറൊക്കെ കഴിക്കും പോലെയാണ് അന്നൊരു സർബത്ത്. ഇത് നമ്മുടെ ഗാന്ധി പാർക്ക്. ഇപ്പോൾ വളരെ വ്യത്യാസമായി. ഗാന്ധി പാർക്കൊക്കെ വളരെ സെറ്റപ്പായി പോയി. വേണ്ട, പഴയകാല ഗാന്ധി പാർക്ക് ഇങ്ങനെ ഒന്നുമില്ല. ഒരു വൃത്തിയും വെടുപ്പില്ലാതെ വെറുതെ കാട് പിടിച്ച്, പിന്നെ ആൾക്കാർ വന്ന് കിടക്കുകയും വെള്ളം അടിക്കുകയും അത് ഇതൊക്കെ ആയിരുന്നു മുമ്പ്. ഇപ്പോൾ സെറ്റപ്പായി ഗാന്ധി പാർക്ക്. പിന്നെ ഇപ്പോൾ പാർക്കിംഗ്, ഇവിടെ ഞാൻ പാർക്കിൽ വണ്ടി ഇടാനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ഞാൻ വലുതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോഴാണ് അറിയുന്നത് എന്തു മാറ്റം ആ കാലഘട്ടം ഈ കാലഘട്ടം. 10-30 വർഷമായി ആ യുഗത്തിൽ നിന്ന്. ഫോറം വണ്ടികളുടെ യുഗം, കംപ്ലീറ്റ് ഹൈടെക് കാറുകളും ബൈക്കുകളും തിരക്കുകളും വാഹനങ്ങളും. ഓക്കെ, മതി. അപ്പോൾ ഇനി നാളെ കോവളത്ത്, ഓക്കെ, കോവളത്ത് വെച്ചാൽ ഈറ്റ് ആൻഡ് ജോയ് എന്ന് പറഞ്ഞാൽ അതാണ്. എൻജോയ് മധുരം ബേക്ക് ഹൗസ്, അന്നത്തെ ഈറ്റ് ആൻഡ് ജോയ്. സ്കൂൾ കുട്ടികളൊക്കെ ശരി പോവാം. ആ കാണുന്ന ഭാഗത്താണ് അന്ന് കടപ്പുറം പോലെ കിടക്കുമായിരുന്നു എൻ്റെ 14 വയസ്സിൽ. അന്ന് ആ ബോർഡ് കാണില്ല, സിഗ്നലിൻ്റെ ആ ഭാഗം, അവിടെ ഒരു പമ്പൊക്കെ വന്നപ്പോൾ അവിടെയാണ് ജയൻ്റെ പടമൊക്കെ റിലീസാകുമ്പോൾ കട്ടൗട്ട് വയ്ക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, മനുഷ്യമൃഗം എന്നുള്ള സിനിമയിലേക്ക് കട്ടൗട്ട്. സെൻട്രൽ തിയേറ്ററിലാണ് വന്നത്. ഇന്ന് സെൻട്രൽ തിയേറ്ററൊന്നുമില്ല. അന്ന് മനുഷ്യമൃഗം, പിന്നെ ലവ് ഇൻ സിംഗപ്പൂർ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ 9ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ സുഹൃത്ത് കബീർ കുട്ടി അവൻ്റെ ചേട്ടൻ്റെ നിന്ന് 20 രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് വരും. എന്നിട്ട് ഞങ്ങൾ 2 രൂപയായിട്ട് വന്ന് സിനിമ കാണും. സിനിമ മാത്രമല്ല, ആഹാരം കഴിക്കാം. അന്ന് 20 രൂപയ്ക്ക് അതിൻ്റേതായ വില ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. കണ്ടോ, നമ്മൾ അവിടം വരെ പോയി. നമ്മൾ പോയതിൻ്റെ പുറത്തുള്ള പരസ്യങ്ങളാണ് കാണുന്നത്. ഇനി ഇതിനെ പുറത്ത് നിന്ന് കൂടെ നോക്കാം. ഓക്കെ, കണ്ണൂടെ ലിഫ്റ്റ് കയറി പോവുകയാണ്. കമ്പരാനറിയാം.
എങ്ങനെയുണ്ട് നമ്മുടെ കിഴക്കേക്കോട്ട? പൊളിയല്ലേ? പണ്ട് ഞാൻ ഹിന്ദിയിലൊരു പാഠം പഠിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം തക്കകം റെയിൽ ഗാഡി മേ അല്ല അർത്ഥമൊന്നും ചോദിക്കല്ല, എനിക്കറിയില്ല. ഇതാണ് പരസ്യം. നമ്മൾ കയറിയ സംഭവത്തിൻ്റെ ബോർഡുണ്ടോ? അതിൻ്റെ മറുഭാഗം ഞാൻ മോളിൽ നിന്ന് പറഞ്ഞില്ലേ, ഇതാണ് ബേക്കറി. ഈറ്റ് ആൻഡ് ജോയ് അല്ല. ഇതിനകത്തൂടെയാണ് നമ്മൾ കയറി ഇറങ്ങി അവിടെ നിങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് പോകും. ഓക്കെ, ഇനി ഞാൻ അടി കൊണ്ട സ്ഥലമൊക്കെ ഒന്ന് കാണണ്ടേ? നമുക്ക് അതിൻ്റെ അടുത്തോട്ട് കുറേ കാലമായി ആ ബസ് സ്റ്റോപ്പിലൊക്കെ വന്നിട്ട്. നമുക്ക് ഞാൻ അടി കൊണ്ട സ്ഥലമൊക്കെ ഒന്ന് കാണാം. ഒരിടി കുറുക്കല്. സൺറൈസ് സ്കൂൾ. എത്ര കാലമായെന്ന് അറിയോ ബസ് യാത്രയ്ക്ക്? തിരുവല്ലം ബസ്സല്ലൂർ ഇതാണ് പഴയ ലൂസിയ ഹോട്ടൽ. ലൂസിയ ഹോട്ടൽ ഇത് നമ്മുടെ നാനാ പമ്പ്. പഴയ നാനാ പമ്പ്. ഇപ്പോൾ മുമ്പ് ചെറുതായത് ഒരു പമ്പ് സെറ്റും കാര്യങ്ങളും ചെറിയ ഒരു. ഇതാണ് നമ്മുടെ ചോപ്പ് കോട്ട. ഇതുവഴി അകത്ത് കയറിയ നമ്മൾ ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സിലെത്തും. ഓക്കെ ഓക്കെ നാട്ടിൽ പോയില്ലെങ്കിലേ ചെളി നിറയ്ക്കും. പലരും കൊണ്ട് കയറ്റുന്നത്.
തിരക്കണ്ട. ഓ, അതിന് പോയെങ്കിൽ എനിക്ക് വെക്കൂടെ. ഓക്കെ 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 ഓക്കെ. ഇത് നമ്മുടെ 24-ൻ്റെ ഓഫീസ്, തിരുവനന്തപുരം 24-ൻ്റെ ഓഫീസ്. മീഡിയ സിറ്റി 24 തിരുവനന്തപുരം. ശരി, ഓക്കെ. അപ്പം ഞാൻ നൗഫൽ, ഇത് തിരുവനന്തപുരമാണ്. എന്തോ മാറ്റം കണ്ടോ? പഴയകാല രാജാക്കന്മാരുടെ, തിരുവിതാംകൂർ രാജാവ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇത് ഇവിടുത്തെ അവരുടെ മിലിറ്ററിയുടെ എന്തോ സംഭവമായിരുന്നു. ഇതിൻ്റെ ഒരു പിക്ചർ എൻ്റെ കയ്യിലുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത്, അതായത് ഈ സ്ഥലം ഇവിടെ കുതിരകളൊക്കെ കെട്ടി അതിൻ്റേതായ മിലിറ്ററിക്കാരുടെ പരേഡും കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നതിൻ്റെ പിക്ചർ എൻ്റെ കയ്യിലുണ്ട്. അതിവിടെ വെച്ചാൽ ഇതിൻ്റെയും പിക്ചർ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ വാക്സിനേഷൻ തിരുവനന്തപുരത്ത് കിടക്കണമെങ്കിൽ ഞാൻ ഇതുവരെയ്ക്ക് ഇതിനകത്ത് ഇതുവരെയും നോക്കില്ല. എന്തോ മാറ്റം. ഇങ്ങോട്ടൊന്നും വരക്കയില്ല. ഈ ഭാഗങ്ങളിലൂടെയൊക്കെ സ്കൂട്ടറിൽ ഇങ്ങനെ കടന്നു പോകണമല്ലാതെ ഇങ്ങോട്ടൊന്നും വരക്കയില്ല. പഴയ കാലഘട്ടത്തിൻ്റെ പിക്ചറുകളെടുത്ത് നോക്കിയാൽ അറിയാം. പഴയ കാലഘട്ടം ഉണ്ടല്ലോ, അതിൻ്റെ പിക്ചറുകളിൽ ഈ നാടിൻ്റെ തിരുവിതാംകൂർ രാജാവ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള ആ കാലഘട്ടം ക്ലിയറായിട്ട് കാണാം. ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് കോട്ടക്കകം എന്നാണ്. കിഴക്കേക്കോട്ട. ഇത് കിഴക്കേക്കോട്ട. ഈ കോട്ടയുടെ അപ്പുറത്ത് നേരെ കാണുന്ന ആ കോട്ടയുടെ അപ്പുറത്താണ് കിഴക്കേക്കോട്ട. ഇത് കോട്ടയ്ക്കകം. ഇവിടെയാണ് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു ഓഫീസ്. മുമ്പ് നമ്മൾ കൺസ്ട്രക്ഷൻ എടുക്കാനൊക്കെ ഈ ഭാഗത്ത് വരുമായിരുന്നു. നോക്കാം, അങ്ങോട്ട് പോയി നോക്കാം. എന്താണ് ഇതെന്നോ? ചെറിയൊരു വ്ളോഗാ. അത് ട്രിവാൻഡ്രത്തിനെ കുറിച്ചുള്ള ചരിത്രവീതി നമുക്ക് കിട്ടുന്ന പുതിയ കടകളാണ്. അതൊക്കെ എടുത്തോണേ. ചരിത്രവീതി നമുക്ക് നിങ്ങൾക്ക് കിട്ടുമോ? ആദ്യം കട ഈ 12 വരെ ഞങ്ങൾ അവിടെ ഇരുന്ന ഞങ്ങൾക്ക് അങ്ങോട്ട് ഇനി ഉടനെ കാണാം. മന്ത്രി ഉൾക്കാണ് ഈ റോഡ്. ഓ, അപ്പോൾ നിങ്ങൾക്ക് ഈ 12 കിടക്കും അവിടെ? 12 പേർക്കാണ് ആ ലിസ്റ്റിലുള്ള 12 പേർക്ക്. ഞങ്ങൾ 40-45 വർഷം ഇവിടെ പഴക്കമുള്ള കടകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് അങ്ങനെ ഒരു ആനുകൂല്യം അഡ്വാൻസ് വാടക കാണുന്നു. അഡ്വാൻസ് സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരും അല്ലേ? ഒരു ഹ്യൂജ് എമൗണ്ട് ഒന്നും ആയിരിക്കില്ല അല്ലേ? ചെറിയ വലിയ എമൗണ്ട് ഒന്നും കാണില്ല. ഇതപ്പോ ഇത് ഓപ്പൺ അല്ലേ അല്ലേ? ഓ, ഇതിലേ വലിയ വ്യത്യാസം. ഞാൻ ഇവിടെ വന്നിട്ട് കുറേ ദിവസമായി. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോയി നോക്കിയപ്പോഴാണ് അറിയുന്നത്. അവിടെ ആ മ്യൂസിയം വന്നിട്ടൊന്നും ഞാൻ ഇതിനകത്ത് കയറിയില്ല. വാക്സിനേഷൻ അതെ, വ്യത്യാസം. ഇതെല്ലാം പഴയ കാല ബിൽഡിങ്ങുകളല്ലേ?
അതൊക്കെ അതുപോലെ കോട്ടയ്ക്കാണ്. കോട്ടയ്ക്കാണ്. ഞാൻ വ്ളോഗ് എൻ്റെ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ എന്തോ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് സബ്സ്ക്രൈബ് ആണ്. ഇത് തേപ്പളിയൻ ബ്ലോഗ് എന്നാണ്. തേപ്പളിയൻ, അതായത് നമ്മുടെ ഇതിനിടയിൽ കോമഡി സാധനങ്ങളൊക്കെ കിട്ടിയാലും എടുക്കും. യൂട്യൂബിൽ നോക്കിയാലോ? ഓ, യൂട്യൂബിൽ തേപ്പളിയൻ എന്ന് പറയും. അതായത് അങ്ങനെ പേരിട്ട് അത് ഏതെങ്കിലും സംഭവങ്ങളുള്ളിടത്തൊക്കെ പോയി നമ്മൾ അതിനെ എടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഇത് ചെയ്യണം. ഇതിപ്പോ ഇത്രയും 3-4 വർഷമായി ഇത് കെട്ടിയിട്ടിട്ട് ഇതിപ്പോ ഒരു ഇവിടെ ഈ കോട്ടയം ചുറ്റുമല്ല പത്മനാഭ ടെമ്പിളിന്റെ പരിസരത്ത് ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇല്ല. അപ്പോൾ ഇതിപ്പം വരുന്ന ഗസ്റ്റ് ടൂറിസ്റ്റ് ആൾക്കാർക്ക് തന്നെ ഇതിപ്പോൾ ഒരു യൂറിൻ ഒഴിക്കാനുള്ള ഇതുപോലെ ഇപ്പോൾ നടക്കുക. പക്ഷേ അവരിപ്പോൾ അവിടെ പോയാണ് കാര്യങ്ങൾ സാധിക്കുന്നത്. ഇപ്പോൾ അവരെവിടെയാണ് പോണത് ഈ ടൂറിസ്റ്റുകൾ? ഇപ്പോൾ അവിടെ ലോഡ്ജും കാര്യങ്ങളും ഫ്രഷ് ആൻഡ് പേ ആൻഡ് യൂസ് സംഭവമുണ്ട്. അവിടെയാണ് ആൾക്കാർ. ഈ ഏരിയയിലില്ല അല്ലേ? ഈ ഏരിയയിൽ പബ്ലിക് ടോയ്ലറ്റ് ഇല്ല. പ്രത്യേകിച്ച് ഇവിടെ പത്മനാഭ ക്ഷേത്രം കിടക്കുന്ന തൊട്ടടുത്ത് ഗസ്റ്റുകൾ വന്നിട്ട് നമ്മൾ ആണുങ്ങളാണെങ്കിൽ എവിടെയെങ്കിലും പോകാൻ പറയാം. പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? അതെ അതെ അതെ. പെണ്ണുങ്ങൾ അവർക്ക് മിക്കപ്രതിയില്ലാതെ എന്തെങ്കിലും അങ്ങോട്ട് ഒഴിഞ്ഞ സ്ഥലത്ത് പോയി കാര്യങ്ങൾ ഇച്ചിരി ഇരുട്ടിയ സമയത്താണെങ്കിൽ അവരിവിടെ എവിടെയെങ്കിലും മദ്യപാനം, അതുപോലെ വൈകുന്നേരം ഒരു 8 മണി 9 മണി ഇത് അനാശാസ്യം അതൊക്കെ തന്നെ ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇപ്പം ഈ ലൈറ്റൊക്കെ വന്ന ശേഷം ഇപ്പോൾ കുറച്ച് വ്യത്യാസമായി. ഇപ്പോൾ ഈ ഫോർട്ടിലായിരിക്കുന്ന സാർക്ക് കുഴപ്പമില്ല. സാറ് ഇപ്പോൾ അടിക്കടി ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് മദ്യപാനം. ഇപ്പോൾ സാറ് അടിക്കടിക്ക് ഇവിടെ വന്ന് പുള്ളി കുഴപ്പമില്ല, ഇപ്പോൾ എല്ലാം മേൽനോട്ടമുണ്ട്. പിന്നെ ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അവർ നല്ല സപ്പോർട്ട്. ഇവിടെ ഈ ഫോർട്ടിലെ ആൾക്കാരൊക്കെ എപ്പോഴും ഉണ്ട് ഇവിടെ. അങ്ങനെ ചെയ്യണം. അങ്ങനെ എല്ലാം പ്രശ്നമായിട്ട് ഇരിക്കുക. നമ്മുടെ നാട് മാറിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. ഈ നാടിനല്ല ലോകം മൊത്തം മാറാനാ. ഇനിയിപ്പോൾ കോർപ്പറേഷൻ്റെ ഒരു ഇത് കോട്ടയം ചുറ്റും കടകൾ പാടില്ല, ബംഗാളുകൾ പാടില്ലെന്ന് ഒരു ഇത് വന്നിരിക്കുക. എടുക്കണം, ചുറ്റുപാടൊന്നും ഒരു കടകൾ പാടില്ല. ഇതുപോലെ കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റിയും കൂടെ ചേർന്ന ഇങ്ങനെയുള്ള സംരംഭം അതാകുമ്പോൾ സർക്കാർ ഒരു അവർക്കൊരു വരുമാനമുണ്ട്, ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമായി. കടകൾ കിട്ടും, നമുക്ക് അടച്ചു കൂട്ടിയിട്ട് പോകാം. ഞങ്ങളൊക്കെ ഒരുപാട് വർഷം അമ്മൂമ്മയുടെ കാലമുള്ള കടകളാണ്. ഓ, ഞാനൊക്കെ ഇപ്പം വന്ന് ഇത് അപ്പുറത്തെ സൈഡ് ഇരുന്നല്ലേ? ഇപ്പുറത്തായി അവിടെ ഇരുന്ന കടകളാണ്. ഇങ്ങോട്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറി ഒരു 3 വർഷം കഴിഞ്ഞു. ഈ സൈഡിൽ ഇരുന്ന കടകളാണ് അത്ര. എല്ലാം അവിടെ ഓക്കെ. ഏത് ടോയ്ലറ്റിന്റെ കാര്യം മെൻഷൻ ചെയ്യാം. ടോയ്ലറ്റിന്റെ കാര്യം ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ. അതെല്ലാം അതിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഇന്ന് ചെയ്തേ. ഓക്കെ, ഞാൻ നാളെ അല്ലേ ഇടുള്ളൂ. ഓക്കെ, ബൈ. അപ്പോൾ ഇതൊക്കെയാണ് ജനങ്ങളുടെ അഭിപ്രായം. അവർക്ക് നാട് നന്നായി കാണണമെന്ന് നല്ല ആഗ്രഹമുള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. ഇത് തിരുവനന്തപുരം KSRTC നമ്മുടെയൊക്കെ പഠിക്കുന്ന കാലത്ത് കൺസെഷൻ എടുക്കാൻ വേണ്ടി മെയിനായിട്ട് വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. സംസ്കൃത സ്കൂൾ. ഈ ഭാഗങ്ങളിലൊക്കെ ഒരു 14-15 വയസ്സ് കാലഘട്ടങ്ങളിൽ നമ്മളിവിടെ കൺസെഷൻ എടുക്കാൻ വരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല. ഇതിനകത്തായിരുന്നു. ഇവിടെയാണ്. ഓക്കെ, ഇത് പാർക്ക്, തിരുവനന്തപുരം നഗരസഭ ചിത്ര തിരുനാൾ പാർക്ക്. ചിത്ര തിരുനാൾ പാർക്ക്. അവിടെ ടോയ്ലറ്റ് സംവിധാനമൊക്കെ ഉണ്ട്. ഇല്ല, പണിതുകൊണ്ടിരിക്കുന്നു. എല്ലാം പുരോഗതിയിലാണ്. നമ്മളിങ്ങോട്ടൊക്കെ വന്ന് കണ്ടിട്ട് കുറേ കാലമായി. തിരുവനന്തപുരത്തുള്ളവർക്ക് തന്നെ അറിയില്ലായിരിക്കും ഈ വ്യത്യാസങ്ങളൊക്കെ. അപ്പോൾ അതിന് എക്സാമ്പിളല്ലേ ഞാൻ.
എന്തൊക്കെ പുതിയ പദ്ധതികളാണ്. കടകൾ ഈ സൈഡിൽ ഇരിക്കുന്ന ഈ ഷോപ്പുകളെല്ലാം ഈ സൈഡിൽ വരും. അതാണ് സംഭവം. പഴയ ട്രാൻസ്പോർട്ട് ഓഫീസ് ഇപ്പം മാറിയെല്ലാം തമ്പാൻ്റെ ആയല്ലോ. ഒന്നും ആയില്ല. എന്തോ ഞാൻ യൂട്യൂബിൽ അടിച്ചിട്ട് പറഞ്ഞില്ല സ്പെല്ലിങ്. THEPPU അല്ലേ? വന്നതാ. ഇത് തന്നെ ലാസ്റ്റ് ഇട്ട വീഡിയോ ആണ്. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇത് സബ്സ്ക്രൈബ് ചെയ്തതാണ്. അത് തന്നെയാണ് ചാനൽ. ഇതല്ലേ ക്രിസ്മസ് പ്രോഗ്രാം. അത് ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, താങ്ക് യു. ബൈ. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. എന്താ പയ്യെ എന്തോ സംഭവം നോക്കാം. തീപ്പെട്ടി കണ്ണാ എന്തിനുള്ളത്? തീപ്പെട്ടി. ആ कैसा आया साउंड? നല്ല സൗണ്ട് അല്ലേ? വെറുതെ കുറ്റി വെച്ചിട്ട്. എത്ര രൂപ? കിतना है भाई? 120. 120. പക്ഷേ പിള്ളേർക്ക് വേറെ പൊട്ടാസിൻ്റെ ആവശ്യമില്ല. തീക്കുറ്റി കുത്തി കയറ്റിയാൽ മതി. ഓക്കെ, എന്നാൽ നമുക്ക് പോവാം. എനിക്ക് വേണ്ട അത് നമ്മളെ വീട്ടിലൊരു പയ്യനുണ്ട്, അവൻ അവിടെയൊക്കെ കത്തിക്കും. ഇത് ചിത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ചിത്രാലയം തിരുവനന്തപുരത്ത് നടന്നിട്ട് നമ്മളിതുവരെയ്ക്ക് ഇവിടെ കണ്ടിട്ടില്ല. അതാണ് ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സ്. ഇവിടുത്തെ ആദ്യത്തെ ഷോപ്പിംഗ് കോംപ്ലക്സാണ് ഈ കിഴക്കേക്കോട്ടയിൽ. ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് നമ്മുടെ കലാഭവൻ മണി, നാദർ ഷാ, ദിലീപ് ഇവരെല്ലാം കൂടെ ഉള്ളൊരു പാട്ട് സീക്വൻസ് എടുത്തായിരുന്നു. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ വലിയ ഷോപ്പിംഗ് സെൻ്ററാണ് ആറ്റുകാൽ ഷോപ്പിംഗ് സെൻ്റർ. ഇന്ന് ലുലു മാള് പോലുള്ള മാളുകളും എല്ലാം വന്നില്ലേ. ശരി, ഇനി നമുക്ക് അപ്പുറത്ത് മേത്തമണി കാണാൻ പോവാം. മേത്തമണി വേണ്ട. ഇതാണ് കുളം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കുളം. കൂടെ ക്ലീൻ ചെയ്യണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കൂടെ ക്ലീൻ ചെയ്യണ കണ്ടിട്ടുണ്ട്.
പിന്നെ ഇവിടെ എവിടെയാണ് മേത്തമണി? മേത്തമണി ട്രസ്റ്റ്. ഒരു കാലമൊക്കെ എങ്ങനെ ഇരുന്നാണ് അല്ലേ ഇവിടെ. ഇതിൻ്റെയൊക്കെ പഴയ പിക്ചർ എൻ്റെ കയ്യിലുണ്ട്, കാണിച്ചു തരാം. ഇതാണ് മേത്തമണി. കണ്ടോ, ഇതാണ് മേത്തമണി. ഇതാണ് മേത്തമണി. പത്തിരുന്നൂറ് വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയണേക്കാം. ആദ്യമായിട്ട് ഈ ഇടയ്ക്ക് എവിടെ വായിച്ച് ആദ്യമായിട്ട് ക്ലോക്ക് സെറ്റ് ചെയ്ത് ഇവിടെയാണെന്ന് എന്തോന്ന് എനിക്ക് ക്ലിയറായിട്ട് അറിയില്ല. ഇതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. ഇത് കുളം. ഇത്ര കാലം ഇവിടെ ജീവിച്ചിട്ടും ഇവിടെ നല്ല രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല.